ഇപ്പോൾ എം ഹസൻ മാധ്യമങ്ങളെ കാണുകയാണ് തത്സമയം. തലസ്ഥാന നഗരിയിലെ RSS CPM അക്രമങ്ങൾ തിരുവനന്തപുരത്തെ സമാധാനപരമായ ജനജീവിതത്തിന് വലിയ ഭീഷണി ഉയർത്തിയിരിക്കുകയാണ്. ഇരു കൂട്ടരും തമ്മിൽ നടക്കുന്ന ഈ അക്രമങ്ങൾ എല്ലാ അതിരുകളും ലംഘിക്കുകയാണ്. അതീവ ഗുരുതരമായൊരു സ്ഥിതിവിശേഷമാണ്. CPMൻ്റെ സെക്രട്ടറിയുടെ മകൻ്റെ വീട്ടിന് നേരെ ആക്രമിക്കുന്നു, BJP പ്രസിഡന്റിൻ്റെ ആസ്ഥാനത്ത് ആക്രമിക്കുന്നു. ഇതെല്ലാം അറിയപ്പെടുന്ന CPMൻ്റെയും BJPയുടെയും നേതാക്കന്മാർ തമ്മിലാണ് ഈ അക്രമം. ഈ അക്രമത്തെ ശക്തിയായി അമർച്ച ചെയ്യണമെന്ന് ഞാൻ മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെടുകയാണ്. രണ്ടു കൂട്ടരും കൂടി ഈ നടത്തുന്ന അക്രമങ്ങൾ യഥാർത്ഥത്തിൽ ജനങ്ങളെയാണ് ദുരിതത്തിലാക്കുന്നത്. തിരുവനന്തപുരത്തെ ഒരു കണ്ണൂരാക്കി മാറ്റാനുള്ള ശ്രമമാണ് ഈ BJPയുടെയും CPMൻ്റെയും അക്രമങ്ങളിലൂടെ നമുക്ക് കാണാൻ കഴിയുന്നത്. ഇവിടെ തിരുവനന്തപുരത്ത് നടക്കുന്ന ഈ അക്രമങ്ങളെ പോലീസ് ശക്തമായി തന്നെ അത് നേരിട്ട് പരാജയപ്പെടുത്തണം. ശക്തമായ നടപടികൾ ഉടൻ ഉണ്ടാവണം എന്ന് ഞാൻ ആവശ്യപ്പെടുകയാണ്. നമുക്ക് ഇതിനു മുമ്പൊന്നും ഇല്ലാത്തൊരു സാഹചര്യമാണ്. CPMൻ്റെ സംസ്ഥാന സെക്രട്ടറിയുടെ BJPയുടെ സംസ്ഥാന പ്രസിഡൻ്റെയൊക്കെ ആസ്ഥാനത്തിന് നേരെ ആക്രമിക്കുക എന്ന് പറയുന്നത് എല്ലാ രാഷ്ട്രീയമായ മര്യാദകളും ലംഘിച്ചുകൊണ്ട് അക്രമം അരങ്ങേറുന്നതിന് തുല്യമാണ്. അതുകൊണ്ട് എത്രയും വേഗം പോലീസ് ഇതിനെ ശക്തമായി അടിച്ചമർത്തണം. അതോടൊപ്പം ഈ ഇരു കൂട്ടരോടും ഞാൻ അഭ്യർത്ഥിക്കുകയാണ്, CPMൻ്റെ പ്രവർത്തകരോടും BJP പ്രവർത്തകരോടും ജനങ്ങളെ ഇതുപോലെ ദുരിതത്തിലാക്കുന്ന ഈ അക്രമം നിങ്ങൾ അവസാനിപ്പിക്കണം. ഭരണപരാജയം മറച്ചു വയ്ക്കാനാണ് CPM പ്രത്യാക്രമണം നടത്തുന്നതെങ്കിൽ അഴിമതി തങ്ങൾക്കെതിരെ ഉയർന്നു വന്ന അഴിമതിയിൽ നിന്ന് ജനശ്രദ്ധ തിരിച്ചുവിടാനാണ് RSS ആക്രമം തുടങ്ങിയത്. തലസ്ഥാനത്തെ അക്രമങ്ങളെല്ലാം എല്ലാ അതിർവരമ്പുകളും ലംഘിക്കുന്നു എന്നാണ് എം ഹസൻ പറഞ്ഞത്.